ഇറാൻ അമേരിക്ക സമാധാന കരാർ അനിശ്ചിതത്വത്തിലായി എന്ന വാർത്ത വരികയാണ്. ഇസ്രയേൽ ലെബനനിലെ ആക്രമണം തുടരുകയാണ്. ഇവരുടെ വ്യോമാക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഇസ്രയേൽ ഈ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയാതെ അർത്ഥവത്തായ ഒരു ഉടമ്പടി ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോഴും അശാന്തിയാണ്. പി ജെയിംസ് ഈ വാർത്ത അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി നമ്മളെയൊക്കെ വളരെ നിരാശപ്പെടുത്തുകയാണ് ഇസ്രയേൽ. കാരണം ഈ ഉടമ്പടി എങ്ങനെയൊന്നും ഒപ്പുവെച്ച് ഒന്ന് ഭണ്ഡാരം അടക്കാൻ എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കുന്നതും സമാധാന കരാർ നിലവിൽ വരുന്നതൊക്കെ നമ്മളെല്ലാം സ്വപ്നം കണ്ടും യാഥാർത്ഥ്യം വരുന്നുവെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. കാരണം കുറേ ട്രംപ് ആണെങ്കിൽ 2 മാസമായി സമാധാനം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും നടപ്പിലാവാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ഇറാനും സമ്മതിക്കുന്നു, അമേരിക്കയും സമ്മതിക്കുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേലിനെ സൂക്ഷിക്കണം. ഇസ്രായേലുമായി ചർച്ച നടത്തിയിട്ടില്ല. ഇസ്രായേൽ ഇവിടെ വില്ലനായി നിൽക്കുന്നു. ഇസ്രായേൽ നമ്മൾ എന്താണോ പേടിച്ചത് അത് ഇസ്രായേൽ ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ ലെബനോനിൽ കയറി വലിയ വ്യോമാക്രമണം നടത്തി. 50ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗിക കണക്ക് 47 ആണെങ്കിലും മരണസംഖ്യ അതിലും കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 4000-ലേക്ക് അടുക്കുകയാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഔദ്യോഗിക കണക്ക് 3980 സ്കെയിൻ. എന്തായാലും ഇവിടെ ആകെ ഇപ്പം അമേരിക്ക വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വീണ്ടും ഇസ്രായേലിനോടും ലെബനോടും സംസാരിച്ചു, ലെബനിലെ ഹെസ്ബുള്ളയോടും സംസാരിച്ചു. അവർ വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ട്. അന്തിമമായിട്ടുള്ള ചർച്ചകൾ വാഷിങ്ടണിൽ അടുത്ത ആഴ്ച നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് നടന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ താങ്ങി നിർത്തുന്നവർ അവിടുത്തെ സിയോണിസ്റ്റുകളായ തീവ്രവാദി സംഘടനകളാണ്. അവരിൽ ബെൻ ഗീവർ എന്ന രാജ്യരക്ഷാ മന്ത്രി അടക്കം അവരൊക്കെ ഉടക്കി നിൽക്കുകയാണ്. അവർ പിൻവലിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു വീഴും. ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതൊക്കെ വിട്ടു പോകാൻ വലിയ മടിയാണ്. എന്തായാലും ഒരു കാര്യം കൂടിയുണ്ട്, ഈ ട്രംപ് നിലപാട് മാറ്റുന്ന പോലെ ഇറാനിലും നിലപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ പരമോന്നത നേതാവ് ഇപ്പോൾ ഒളികേന്ദ്രത്തിലാണ്. മൊജ്തബ ഖമനായി പറയുന്ന എസ്കേൻ, ഇത് ഈ അഗ്രിമെന്റിന് കരാറിന് ഞാൻ സമ്മതിച്ചത് ഇറാന്റെ മിതവാദിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസസ്കിയാൻ പറഞ്ഞതിനെ തുടർന്നാണ്. അദ്ദേഹത്തിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ ഒരു എനിമിയാണ്, ശത്രുവാണ്. അവരെ പൂർണ്ണമായിട്ട് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല, വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഈ ഒപ്പിടുന്ന നേതാക്കളുടെ ഒരു ട്രസ്റ്റ്, വിശ്വാസം കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭാഗത്ത് ട്രംപ് ഓരോ ദിവസവും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇറാനും ആ നിലപാടിലേക്ക് പോകുമോ എന്നറിയില്ല. എന്തായാലും ആകെ ഒരു കാര്യം നടന്നത്, സ്വിറ്റ്സർലൻഡിൽ ഇന്നലെ നടക്കാനിരുന്ന യോഗമൊന്നും നടന്നില്ല. അവിടെ നിന്ന് JD വാൻസ് US വൈസ് പ്രസിഡന്റ് ചെന്നില്ല. എന്തായാലും ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽത്താനി അവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അവർ വരും, അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നും പ്രതിനിധികൾ വരും. അടുത്ത ദിവസങ്ങളിൽ ചർച്ചയുണ്ടാവും, അനിശ്ചിതത്വം മാറുമെന്നൊക്കെ അവർ അവകാശപ്പെടാറുണ്ട് എസ്കെൻ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നടന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. ആ തരത്തിൽ ആക്രമണങ്ങൾ രൂക്ഷമായി ഇപ്പോഴും ലെബനനിൽ നടക്കുന്നു എന്നാണ് അറിയുന്നത്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.